ആഘോഷങ്ങളുടെ നാട് മുതൽ ആവേശങ്ങളുടെ നാടുവരെ ഇരുപത്തിയാറ് വർഷങ്ങളുടെ വിശ്വാസം, 54-ലധികം വിജയകരമായ പ്രോജക്റ്റുകൾ. ഒറ്റയ്ക്കല്ല, ഒന്നായി ഒരുമിച്ച് ജീവിക്കാം. വീടാണ് വിശ്രം. വരവൂരിൽ ക്ലാസ് മുറിയിൽ താഴെ വീണ പേനയുടെ ക്യാപ്പ് എടുക്കുന്നതിനെ ചൊല്ലി വിദ്യാർത്ഥിക്ക് അധ്യാപകന്റെ ക്രൂരമർദ്ദനം. ദൃശ്യങ്ങൾ പുറത്ത്. വരവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് അധ്യാപകന്റെ ക്രൂരമർദ്ദനം നേരിടേണ്ടി വന്നത്. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി സ്വദേശി മണികണ്ഠൻ എന്ന അധ്യാപകൻ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കുന്നത് തുടർക്കഥയായതോടെ വിദ്യാർത്ഥികൾ തന്നെയാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നാണ് വിവരങ്ങൾ. ദൃശ്യങ്ങൾ പുറത്തായതോടെ പ്രതിഷേധവുമായി കുട്ടിയുടെ രക്ഷിതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ വിദ്യാലയത്തിലെത്തി. സംഭവം വല്ലാതെ വേദനിപ്പിച്ചെന്നും ഇനിയൊരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും കുട്ടിയുടെ പിതാവ് വരവൂർ സ്വദേശി ബാബു മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പരാതിയായിട്ട് പോകാൻ കാരണം നമ്മളുടെ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് സഹിച്ചില്ല, അതാണ് മെയിനായിട്ട്. പിന്നെ ഇത് ഇനി നാളെ മേലാക്കാൻ ഇത് ആവർത്തിക്കരുത് വേറെ കുട്ടി. പിന്നെ ഫോണ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ മാഷിൻ്റെ അത്രയും ക്രൂരത കൊണ്ടായിരിക്കാം പിള്ളേരാണ് എടുത്തിട്ടുണ്ടായി. അത് പുറലോകം അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടായിരിക്കും. CPIM വരവൂർ ലോക്കൽ സെക്രട്ടറി MR രതിമോഹൻ, വരവൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ NS സജീഷ്, PK യശോദ എന്നിവരും പ്രതിഷേധവുമായി രംഗത്തെത്തി. നമ്മുടെ ഈ ന്യൂസ് പുറത്തേക്ക് വന്നത് നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ സ്ഥിരം ഈ അധ്യാപകൻ്റെ ഭാഗത്തുനിന്ന് കുട്ടികൾക്കെതിരായതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രചരണം നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഇന്ന് കാലത്ത് അവരെ വിളിച്ച് രക്ഷാകർത്താവിനെ വിളിച്ചു. അപ്പോൾ അവർ പരാതി കൊടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്കൂളിൽ വന്നത്. സ്കൂളിൽ വന്ന് കുട്ടിയോട് ചോദിച്ചു എന്തുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി സൂചിപ്പിച്ചത് കുട്ടിയുടെ പേനയുടെ ടോപ്പ് നിലത്തേക്ക് വീണപ്പോൾ കുട്ടിയുടെ മുന്നിലിരിക്കുന്ന കുട്ടികളായിട്ടുള്ള ആളുകളെല്ലാം ഉയരം കൂടിയവരാണ്. അപ്പോൾ കുട്ടി ബെഞ്ചിൻ്റെ മുകളിൽ കയറി ഒന്ന് എത്തി നോക്കിയപ്പോൾ അത് മാഷ് കണ്ടു. മാഷ് പുറത്തേക്കാക്കിയ ശേഷം വീണ്ടും കുട്ടി അകത്തേക്ക് വിളിച്ചുകൊണ്ടാണ് ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ആ വീഡിയോയിൽ തന്നെ അധ്യാപകൻ സൂചിപ്പിക്കുന്ന പല വാക്കുകളുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ കുട്ടികൾക്ക് തിരിച്ചും അധ്യാപകർക്ക് കുട്ടികളോടുള്ള സ്നേഹവും അതുപോലെ തന്നെ സഹോദര്യവും അതുപോലെ തന്നെ നമ്മുടെ അധ്യാപക വിദ്യാർത്ഥികളെ തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അത്രയും മോശമായ രീതിയിലാണ് അദ്ദേഹം ആ വാക്കുകളൊക്കെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി തന്നെ പരാതിയായി പോകണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിർദ്ദേശം. അതിനടിസ്ഥാനത്തിലാണ് ഞങ്ങൾ രക്ഷാകർത്താവിനെ കൂട്ടി സ്കൂളിൽ. കാഴ്ച പരിമിതിയുള്ളയാളാണ് കുട്ടിയെ മർദ്ദിച്ച അധ്യാപകൻ. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ, ചെറുതുരുത്തി പോലീസ് എന്നിവിടങ്ങളിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുട്ടിയുടെ രക്ഷിതാക്കൾ. You are watching VCV News.